മടങ്ങിയെത്താം അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇപ്പോൾ UDF കാലത്ത് പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഉണ്ടായതിന് പ്രധാന കാരണം അത് നിങ്ങളുടെ നയത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ സുരേഷ് കുമാർ ആരോപിച്ചിരിക്കുന്നത്. എന്താണ് മറുപടി? അല്ല, കേരളത്തിൽ UDFന്റെ കാലത്ത് മാത്രമല്ല പിന്നെ ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകളുടെ കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള പദ്ധതികളും സമീപനങ്ങളുമാണ് ആവശ്യം. ഇവിടെ UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ, അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എന്നുള്ള നിലയിലൊക്കെ ചെയ്തിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വൈദ്യുത ചാർജ് വർധനവ് തടയാൻ, പൊതുസമൂഹത്തിന് ഗുണപരമായ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ കരാറുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയുണ്ടായി. ലോങ് ടൈം ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. എന്തിന് NDPCയുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോങ് ടൈം അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കിയില്ലേ? അതുപോലെ തെർമൽ പവർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയില്ലേ? എന്തിനാണ് ഈ സർക്കാർ അവസാനം അത് റദ്ദ് ചെയ്തത്? പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം NDPC, അതേതായാലും ഒരു സ്വകാര്യ കമ്പനി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ആ NDPCയുമായിട്ട് UDF ഗവൺമെന്റ് വെച്ച കരാർ പോലും റദ്ദ് ചെയ്തു. പിന്നീട് എന്താ നാം കണ്ടത്? പിന്നീട് കാണുന്നത് അതാത് മാസം വൈദ്യുത ചാർജ് കുതിച്ചുയർന്നാണ് നമ്മൾ കണ്ടത്. യൂണിറ്റിന്, അതുപോലെ ഫിക്സഡ് ചാർജ്, അതെല്ലാം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. അതേസമയം തന്നെ ഈ NDPCയുമായി ബന്ധപ്പെട്ട പല കരാറുകളുണ്ട്, ഇവർ റദ്ദ് ചെയ്തിട്ടുള്ള പല കരാറുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ എടുത്തു പറയുകയാണ് NDPC. ആ NDPCയുമായി ബന്ധപ്പെട്ട ലോങ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് റദ്ദ് ചെയ്തതിന് ശേഷം അവസാനം വൈദ്യുതി, അത് UDF ഗവൺമെന്റ് ഭാവിയിൽ ഡിമാൻഡ് കൂടുമെന്ന് കണക്കാക്കി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളാണ് റദ്ദ് ചെയ്തത്. ആ റദ്ദ് ചെയ്തതിന് ശേഷം അവസാനം ഈ NDPCയെ ഓൺ ദ സ്പോട്ടിൽ മാർക്കറ്റിൽ വലിയ വില കൊടുത്ത് സർക്കാരിന് വൈദ്യുത ചാർജ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് വൈദ്യുത ചാർജിന് വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റിനെ ഇടയാക്കിയത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? UDF ഗവൺമെന്റ് കാലത്ത് വൈദ്യുത ചാർജിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ലോഡ് ഷെഡിങ് വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കേരളത്തിലെ ആദ്യത്തെ പ്രതിഭാസമല്ല. പക്ഷേ അത് ഭാവിയിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ കരാറുകൾ മാറ്റുമ്പോൾ ഗുണപരമായ കരാറുകളിലേക്കാണ് ഗവൺമെന്റ് പോകുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്കെന്താണ്, ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ആവശ്യത്തിന് നേരത്തെ കിട്ടുമായിരുന്ന വിലയിൽ നിന്ന് അധിക ചാർജ് കൊടുത്ത് NDPC ഉൾപ്പെടെയുള്ള സ്ഥലത്തുനിന്ന് പൊതുമാർക്കറ്റിൽ വാങ്ങേണ്ട സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി ഗവൺമെന്റിന്. അതിന്റെ പാപം അല്ലെങ്കിൽ അതിന്റെ ഭാരം അത് ചുമക്കേണ്ടി വന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഇപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സർക്കാർ ഒരു നയത്തെ സംബന്ധിച്ച് സുതാര്യമായി കൊണ്ടുപോകാൻ കഴിയണം. ഒരു കരാർ റദ്ദാക്കുമ്പോൾ അതിനേക്കാൾ നല്ല കരാറുകളിലേക്ക് പോകണം. സർക്കാരിന് അതുകൊണ്ട് ലാഭം ഉണ്ടാകണം. ഇവിടെ സർക്കാർ ലാഭം ഉണ്ടായില്ല. കരാറുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റദ്ദ് ചെയ്ത് പുതിയ കരാറുകളിലേക്ക് പോകുമ്പോൾ അവസാന ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാതെ വന്ന് റദ്ദ് ചെയ്ത ആളുകളിൽ നിന്ന് തന്നെ ഇരട്ടി പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഗതികേടാണ് ഈ കേരളത്തിൽ ഈ സ്ഥിതി ഉണ്ടാക്കിയത് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നാളെ മറ്റൊരു സർക്കാർ വന്നാലും ഈ കാര്യങ്ങളിൽ ക്രമരഹിതമായി പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ വിശദാംശങ്ങളിലേക്കൊക്കെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ, അഡാനിയുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ കമ്പനിയുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വിശദമായി ചർച്ച നടത്തേണ്ടി വരും. അത് ഓരോ ആളുകളെയും കൃത്യമായി ഡോക്യുമെന്റ് വെച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടി ആയാലും കേരള ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വീഴ്ച പറ്റി. നേരത്തെ UDF ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമെന്നോ അല്ലെങ്കിൽ ജനക്ഷേമകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന, അവർക്ക് ആവശ്യത്തിന് വൈദ്യുതി സ്റ്റോർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും കഴിയുന്ന കരാറുകൾ അത് നിലനിർത്തണമായിരുന്നു. അല്ലെങ്കിൽ പോരായ്മയിൽ അവർ തിരുത്തപ്പെടുമ്പോൾ നല്ല കരാറുകൾ വെക്കണമായിരുന്നു. ആ കരാറുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, റദ്ദ് ചെയ്ത കരാറുകൾ അത് വെച്ച കമ്പനികളോട് തന്നെ അതിൽ കൂടുതൽ പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് ഈ കേരള സർക്കാരിന് ഉണ്ടായത് കൂടിയാണ് ഇത്തരം ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അംഗീകരിക്കാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.